ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ വികാരം ഓരോ സമയത്ത് ഓരോ രീതിയിലാണല്ലോ. ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കാണും, ചില ദിവസങ്ങളിൽ അത്ര നല്ല മൂഡില്ല, ചില ദിവസം നല്ല മൂഡായിരിക്കും, ചില ദിവസം ഒട്ടും താല്പര്യമില്ല. ഇതങ്ങനെ മാറി മാറി വരും. അതുപോലെ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് മനസ്സൊരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെയാണ് സാഹചര്യം. ഈ മനസ്സും സാഹചര്യവും ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് നല്ല ലൈംഗികത സാധ്യമാകുന്നത്. ഈ മൂടുമാറ്റം രണ്ടു പേരിലുമുണ്ട്, സ്ത്രീയിലുമുണ്ട് പുരുഷന്മാരിലുമുണ്ട്. പക്ഷേ രണ്ടു കൂട്ടർക്കും വ്യത്യസ്തമായ കാരണങ്ങളായിരിക്കും. അപ്പോൾ ഈ മൂഡ് ഓഫ് കുറച്ച് ദിവസമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ റിഫ്രഷ് ചെയ്യാൻ പറ്റും? അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ പങ്കാളികൾ ഉള്ളവരാണെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് വരാനായിട്ട്. ഇനി അതല്ല പങ്കാളികളില്ല, ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ സ്വയം എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, ശരീരത്തിൽ സെക്സ് എനർജിയെ കൂടുതലും ബൂസ്റ്റപ്പ് ചെയ്യേണ്ട ഒരാവശ്യം അവിടെ വരുന്നു. ആ എനർജിയെ ബൂസ്റ്റപ്പ് ചെയ്യണമെന്ന് ബോഡി ഡിമാൻഡ് ചെയ്യുന്നു. അതാണ് ഈ മടുപ്പ്. ആക്ച്വലി നല്ലൊരു ലൈംഗികതയ്ക്ക് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ശരീരത്തിൻ്റെ സുഖകരമായ അവസ്ഥയാണ് ആവശ്യം. അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് കുറച്ച് സമയത്തേക്ക് ടോട്ടലി ഫ്രീ ആകാൻ നോക്കണം മനസ്സുകൊണ്ട്. ഒറ്റയ്ക്കിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, അതല്ല പങ്കാളികളാണെങ്കിൽ രണ്ടുപേരും ഒരേ സമയത്ത് ഫ്രീ ആകാൻ നോക്കണം. അതുപോലെ ഈ സമയത്ത് മൈൻഡ് ഫ്രീ ആക്കിയതിന് ശേഷം മറ്റുള്ള ജോലികളൊക്കെ ഒന്ന് മാറ്റിവെച്ച്, പങ്കാളികളാണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് ഒരു ഓയിൽ മസാജ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിലാക്സേഷൻ മസാജാണ്. എന്നുവെച്ചാൽ ഒരാൾ കൂടുതൽ സ്ട്രെയിൻ എടുത്ത് മസാജ് ചെയ്യാൻ വേണ്ടി ചെയ്യണ്ട, ലൈറ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സ് മാത്രം മതി. അതുപോലെ മസാജ് ചെയ്യുന്ന സമയത്ത് റൂമിൽ അധികം വെട്ടമില്ലാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇത് ചെയ്യുന്നതിന് മുമ്പേ സ്ത്രീയും പുരുഷനും നന്നായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി വൃത്തിയായിട്ട് വന്നതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൽ കൂടി രണ്ടുപേരുടെയും ശരീരത്തിൽ സ്പർശിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. തുടക്കത്തിലെ കാൽപാദത്തെ ചെയ്യുന്നതാണ് നല്ലത്. ഈ കാൽപാദത്തിനും കാൽ വിരലിനുമൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നെർവ് എൻഡിങ്സ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്യുകയും ഒന്ന് തടവുകയൊക്കെ ചെയ്യുമ്പം ഒരു പ്രത്യേക രീതിയിലുള്ള റിലാക്സേഷൻ കിട്ടും. അതുപോലെ കാലിങ്ങനെ മടക്കി വെച്ച് കാഫ് മസിൽസിൽ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി കിട്ടും. അതുപോലെ തുടയുടെയൊക്കെ ഉൾവശത്ത്, അതുപോലെ വയറു ഭാഗത്തൊക്കെ മസാജ് ചെയ്യുമ്പം കുറച്ചൊക്കെ സ്റ്റിമുലേഷൻ കൊടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എനിക്കറിയുന്ന ഒരു അങ്കിളും ആൻറ്റിയുണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മസാജ് ചെയ്യും. അതുപോലെ ചെറിയ ചെറിയ വഴക്കൊക്കെ ഇട്ടിട്ട് ഈ ഇണങ്ങാൻ വേണ്ടിയിട്ട് ഈ മസാജ് ചെയ്തിട്ടാണ് ഇണങ്ങുന്നത്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് കാരണം ഒരു തൊടലും പിടിക്കലും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതുപോലെ ആൻറ്റിക്കിഷ്ടം തുടക്കത്തിൽ ഇങ്ങനെ കമന്ന് കിടന്നിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ആ സമയത്ത് നിതംബത്തിൻ്റെ ഭാഗത്ത് കൂടുതൽ സ്ട്രോക്ക് കിട്ടും. അതുപോലെ മേലിൽ നിന്ന് താഴോട്ട് പ്രസ് ചെയ്ത് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യുന്നവർക്കും ചെയ്യിപ്പിക്കുന്നവർക്കും ഒരു പ്രത്യേക മൂഡ് ക്രിയേറ്റ് ചെയ്യും. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് സെറോട്ടോണിൻ എന്ന ഹോർമോണാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിലാക്സ് ഹോർമോണാണ്. അപ്പോൾ ഈ അങ്കിളും ആൻറ്റിയും ഒരുപോലെ പറയുന്നത്, അവർക്ക് ഈ മസാജ് പരിപാടി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലായിട്ടൊരു ഇൻറ്റിമസി തോന്നി തുടങ്ങിയത്. എന്ന് വെച്ചാൽ ആര് കാരണമാണോ റിലാക്സേഷൻ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമുക്ക് അവരോടൊരടുപ്പം തോന്നും. അപ്പോൾ തുടക്കത്തിൽ പാൻറ്റീസൊക്കെ ഇട്ടാണ് ചെയ്യുന്നതെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറും. ചുരുക്കി പറഞ്ഞാൽ ഒരു കളിയിൽ വന്ന് അവസാനിക്കും. അപ്പോൾ ആദ്യം ആൻറ്റിയെ മസാജ് ചെയ്യും, രണ്ടാമത് അങ്കിളിനെ ആൻറ്റി മസാജ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആൻറ്റി പറയുന്നത്, പുള്ളിയെ മസാജ് ചെയ്യുന്ന സമയത്ത് കൈ വെറുതെ ഇരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആക്ച്വലി നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് റിലാക്സേഷൻ മസാജ് ചെയ്യാനാണ്. പിന്നെ രണ്ടുപേരുടെ ആ ഒരു ഇഷ്ടത്തിൽ രണ്ടുപേരുടെ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്കങ്ങ് വന്നു പോവുകയാണ്. ഒരു ഇൻഡയറക്റ്റ് രീതിയിൽ ബന്ധപ്പെടലിലോട്ടങ്ങ് വരുവാണ്. ഇപ്പോൾ രണ്ടുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മൂഡില്ലെങ്കിലും ഈ രീതി തന്നെ അഡോപ്റ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഹസ്ബൻഡിന് നല്ല മൂഡുണ്ട്, പക്ഷേ വൈഫിന് മൂഡില്ല. അന്നേരം ഈ സമയത്തൊരു മസാജ് ചെയ്ത് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ മസാജ് ചെയ്യാനാണെന്നും പറഞ്ഞ് വിളിച്ചാൽ മതി. മിക്കവാറും ഈ അങ്കിളും ആൻറ്റിയും വിളിക്കുന്ന ഈ രീതിയിലാണ്. ഞാൻ അതോർത്ത് പറഞ്ഞ കേട്ടോ. അതുപോലെ സ്ത്രീക്കും പുരുഷനും സ്വയം മസാജ് ചെയ്യാൻ പറ്റും. പുരുഷന്മാർക്കാണെങ്കിലും അവരുടെ സാധനവുമായിട്ട് ബന്ധപ്പെട്ട് മസാജ് ചെയ്യാം. അതുപോലെ സ്ത്രീകൾക്കാണെങ്കിലും മാറിടങ്ങളിൽ മസാജ് ചെയ്യാം. അതുപോലെ അടിവയറിൻ്റെ ഭാഗത്തൊക്കെ സ്വയം മസാജ് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അവയവങ്ങളിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പം നമ്മുടെ മൂഡ് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇല്ലാത്ത മൂഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു.
അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള സമയം വേണം ഇതിന് തിരഞ്ഞെടുക്കാൻ. ഇനി ഈ സമയത്ത് ഓയിൽ യൂസ് ചെയ്ത് മസാജ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഏതെങ്കിലും ക്രീം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് പ്രസ്സിങ് മസാജ് ചെയ്യാം. അവിടെ നമ്മൾ പങ്കാളിയുടെ ഇഷ്ടമാണ് നോക്കേണ്ടത്. അതുപോലെ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് ഇത് കൂടുതലും ഇഫക്റ്റീവായിട്ട് വരുന്നത്. കാരണം സ്ത്രീ കൂടുതലും വികാരം കൊള്ളുന്നത് ഈ സ്നേഹമുള്ളവരുടെ സ്പർശനത്തിൽ കൂടിയാണ്. ഈ സമയം കൂടുതലും പാസ്റ്റ് കാര്യങ്ങളൊക്കെ മറക്കുന്നു, ഒരു മൈൻഡ്ഫുൾനെസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഞാനീ പറയുന്നത് ഇടയ്ക്കൊക്കെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മസാജ് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ ഈ സമയത്ത് പുരുഷനെ ഇരുത്തിക്കൊണ്ട് സ്ത്രീക്ക് ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് അവർക്ക് പിടിക്കാനുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ആക്ച്വലി ഒരാളിൻ്റെ മനസ്സിൻ്റെ മടുപ്പ് മാറാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ സാഹചര്യമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ സംസാരമാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നല്ലത്. ഈ സമയത്ത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്, പ്രത്യേകിച്ച് ഈ മസാജ് ചെയ്യുന്ന സമയത്ത്. യഥാർത്ഥത്തിൽ രണ്ടുപേര് തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പം പല പല ഇഷ്യൂസ് ഉണ്ടാവാം. പ്രത്യേകിച്ചും സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ ആ അസംതൃപ്തിക്കൊരു ബേസിക് റീസൺ കാണും, അതെന്താണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യത്തിന് പരിഹാരം കണ്ടിട്ട് വേണം ഈ മസാജൊക്കെ ചെയ്യാൻ തുടങ്ങാൻ. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ നിന്നാണ് ഈ ലൈംഗിക പ്രശ്നം ആരംഭിക്കുന്നത്. തുടക്കം മൈൻഡാണ്. ഒരാൾക്ക് സംതൃപ്തി കിട്ടാത്തതിന് കാരണം ഒരു പരിധിവരെ അവരുടെ മനസ്സാണ്. ഏതോ ഒരു കാരണത്താൽ അവരുടെ മനസ്സ് അതിനെ റിജക്റ്റ് ചെയ്യുന്നു. ഇത് സ്ത്രീക്കും വരാം, പുരുഷനും വരാം കേട്ടോ. ആരോഗ്യമുള്ള ഒരു യുവാവിനെ സംബന്ധിച്ച്, യുവതിയെ സംബന്ധിച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായി ലൈംഗിക ചിന്തകൾ കടന്നു വരേണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ വരുന്നില്ല, ചിലർക്ക് അങ്ങനെ വരുന്നില്ല. അതിന് പകരം നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് കണ്ടിന്യൂസ് ആയിട്ട് കയറി വരുന്നത്. ഈ നെഗറ്റീവ് ചിന്തകളാണ് ഒരു മനുഷ്യൻ്റെ ലിബിഡോയെ ബാധിക്കുന്നത്. പക്ഷേ അതിന് അവരുടേതായ കാരണമുണ്ട്. ചിലപ്പോൾ പങ്കാളിയായിരിക്കും ഒരു കാരണം, അതല്ലെങ്കിൽ പങ്കാളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റാരെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രണ്ടുപേരും കൂടെ ചേർന്ന് അത് പരിഹരിക്കുക, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ എത്രയൊക്കെ മസാജ് ചെയ്യുമെന്ന് പറഞ്ഞാലും ആ മൂഡിലോട്ട് വരാൻ അവർക്ക് കഴിയാതെ വരും. അപ്പോൾ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ ആ മസാജൊക്കെ ചെയ്യുമ്പം ഒരു ഫിസിക്കൽ റിലാക്സേഷനാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ തൊടുക, പിടിക്കുക, തടകുക ഒക്കെ ചെയ്യുമ്പം ഒരു ഫിസിക്കൽ സ്റ്റിമുലേഷനുണ്ട്. പക്ഷേ മെൻ്റൽ സ്റ്റിമുലേഷനും അതിൻ്റെ കൂട്ടത്തിൽ വരണമെന്നുണ്ടെങ്കിൽ മൈൻഡ് ഫ്രീ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മൈൻഡ് ഫ്രീ ആയിട്ട് വേണം ഇത് ചെയ്യാനെന്ന്. അതും ഒരാളുടെ മൈൻഡ് ഫ്രീ ആയ പോരാ, ഒരാൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ പോരാ, രണ്ടു പേർക്കും പ്രശ്നങ്ങളില്ലാതിരിക്കണം. അപ്പോൾ ഈ സെക്സൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ ഈ ബന്ധപ്പെടുന്ന രണ്ടു പേർക്കും പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ അങ്കിളും ആൻറ്റി ഇല്ലേ, അവർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ അവർ അത് ഓവർകം ചെയ്തു പോകുന്നു. എന്നുവെച്ചാൽ ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അത് ക്ഷമിക്കാൻ തയ്യാറാകണം. അന്നേരമാണ് നമ്മുടെ മനസ്സ് ഫ്രീ ആകുന്നത്. ചിലർക്ക് എത്ര അടിച്ചാലും ഒരു എഫക്റ്റും ഇല്ല, കാരണം അവരുടെ മനസ്സതിനെ റിജക്റ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഓർഗാസോ സംതൃപ്തി എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് മനസ്സാണ്. അതുകൊണ്ട് മനസ്സിനെ എപ്പോഴും കൂടെ നിർത്താൻ നോക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.